തിരുവനന്തപുരത്തിന്റെ സ്വന്തം ആകാശവാണിക്ക് ഇന്ന് 75ാം പിറന്നാൾ. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന 75 വാർഷികാഘോഷ പരിപാടികൾക്കും ഇന്ന് തുടക്കമാകും. സ്വകാര്യ FM-കളുടെ കാലത്ത് പ്രേക്ഷകരുടെ എണ്ണം കൂട്ടാൻ ആകാശവാണിക്ക് എക്കാലത്തും കഴിഞ്ഞിട്ടുണ്ട്. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. എന്നും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ മായാത്ത ശബ്ദമാണിത്. കേരളത്തിന്റെ സാംസ്കാരികവും സാമൂഹികവുമായ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ നിലയം ആകാശവാണി തിരുവനന്തപുരം നിലയം. ഈ നിലയമാണ് പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കി 75ാം വയസ്സിലേക്ക് കടക്കുന്നത്. ഏപ്രിൽ 1, 1950 ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ആരംഭിച്ചത്. അതിനു മുൻപേ തിരുവിതാംകൂർ റേഡിയോ നിലയം ഇവിടെ ഉണ്ടായിരുന്നു. 1950 ആകാശവാണി തിരുവനന്തപുരം നിലയം സ്ഥാപിതമായത്. അപ്പോൾ അതിനുശേഷം ഈ ഏപ്രിൽ 1-ാം തീയതി മുതൽ നമ്മൾ തിരുവനന്തപുരം നിലയത്തിലെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് വളരെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ വർഷം മുഴുവൻ ആകാശവാണിയുടെ ഈ 75ാം വർഷം ആഘോഷിക്കുന്നതിനായി വിവിധ പരിപാടികൾ എല്ലായിടത്തും, കേരളത്തിലെ എല്ലായിടത്തും നടത്താൻ തീരുമാനമുണ്ട്. 1950 ഏപ്രിൽ 1 ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ആരംഭിച്ചത്. GPS നായരായിരുന്നു ആദ്യ ഡയറക്ടർ. തുടക്കം മുതൽ തന്നെ എഴുത്തുകാരും കലാകാരന്മാരും തിരുവനന്തപുരം നിലയത്തെ ജനപ്രിയമാക്കി. സ്വകാര്യ FM-കളുടെ കാലത്തും പ്രേക്ഷകരുടെ എണ്ണം കൂട്ടാൻ ആകാശവാണിക്ക് എക്കാലത്തും കഴിയുന്നുണ്ട്. ശ്രോതാക്കൾ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള FM ചാനലുകൾ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള പരിപാടികൾ നടത്തുന്നുണ്ടെങ്കിലും ആകാശവാണിയുടെ സ്വീകാര്യതയ്ക്ക് ഒട്ടും കുറവ് വന്നിട്ടില്ല. അവരുടെ ആ കോമ്പറ്റീഷൻ കാരണം കുറച്ചുകൂടി കൂടുതൽ ആളുകൾ ഞങ്ങളുടെ അടുത്ത് വന്നു എന്നുള്ള അതൊരു സത്യമാണ്. ആലപ്പുഴയിലെ 200 കിലോവാട്ട് ട്രാൻസ്മിറ്റർ തിരുവനന്തപുരം നിലയത്തെ കേരളത്തിലെമ്പാടും എത്തിച്ചു. 1939 രവീന്ദ്രനാഥ ടാഗോറാണ് ആകാശവാണി എന്ന ഓൾ ഇന്ത്യ റേഡിയോയെ ആദ്യം വിശേഷിപ്പിച്ചത്. ചരിത്രത്തിന്റെ ഭാഗമായ ആകാശവാണിയുടെ യാത്ര തുടരുകയാണ്. നീണ്ട 75 വർഷങ്ങൾ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ തിരുവനന്തപുരം ആകാശവാണി നിലയം അതിന്റെ 75ാം പിറന്നാൾ ആഘോഷിക്കുകയാണ്. പുത്തൻ മാറ്റങ്ങളുമായി, പുതിയ പരിപാടികളുമായി വീണ്ടും ആകാശവാണി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കാൻ തുടർന്നുമുണ്ടാകും. ക്യാമറമാൻ അനൂജിനൊപ്പം എസ് ശാലിനി, ജനം, തിരുവനന്തപുരം.